ഹലോ മക്കളെ, എൻ്റെ മക്കളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ കുറച്ചുകൂടി ഹാപ്പി ആക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് 2-ലെ പബ്ലിക് എക്സാം, നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അല്ലെ. കുറേ പേര് അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മിസ് ടൈം ടേബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങൾ LP സ്കൂൾസിൽ മാത്രം പഠിക്കുന്ന മക്കളായിരിക്കും, അതായത് ഇൻഡിപെൻഡൻറ്റ് LP സ്കൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ HSS അറ്റാച്ച്ഡ് LP സ്കൂൾസ് ആയിരിക്കാം. അതായത് അവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും 8, 9, 10 ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് പാർട്ട് അല്ലെങ്കിൽ 2 കാറ്റഗറീസിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 2 HSS അറ്റാച്ച്ഡ് LP സ്കൂൾസ് ആണ്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ 8, 9, 10 ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആനുവൽ എക്സാംസ് ഉണ്ടായിരിക്കാം. സോ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 16-നാണ്. ഓക്കെ, അപ്പോൾ മാർച്ച് 16-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 26 വരെയാണ് നമ്മുടെ എക്സാംസ് ഉണ്ടായിരിക്കാം. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ ദിവസം കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് അറബിക് അല്ലെങ്കിൽ സംസ്കൃതമായിരിക്കും. അപ്പോൾ മക്കൾ ഏതാണ് ചൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ്, അതായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് എൻ്റെ മക്കൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു എക്സാം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം വരുന്നത്. അതായത് 19-ാം തീയതി ഇൻ്റഗ്രേഷൻ 1. ഓക്കെ, ഉദ്ഗ്രഥിതം 1 നമ്മുടെ 19-ാം തീയതി നടക്കുന്ന എക്സാം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മാർച്ച് 21-ന് മക്കൾക്ക് ഇൻ്റഗ്രേഷൻ 2 ഉദ്ഗ്രഥിതം 2 ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് എക്സാം ആണ് 23-ന്. മാർച്ച് 23-ന് മക്കൾക്ക് ഇൻ്റഗ്രേഷൻ 3-യും ലാസ്റ്റ് എക്സാം മാർച്ച് 26-ന് ഇംഗ്ലീഷ് എക്സാംസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ് 2 കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ബെസ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ബെസ്റ്റ് എക്സാം ആണ് നമ്മുടെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് മക്കൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അതിനുള്ള ഒരു എങ്ങനെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള കാര്യം കൂടി മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അതുകൂടാതെ നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയാണ് ക്ലാസ് 2 ഇൻഡിപെൻഡൻറ്റ് LP സ്കൂൾസ്. അതായത് നിങ്ങൾ LP മാത്രമുള്ള സ്കൂൾസിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഉണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക മാർച്ച് 21-നാണ്. പക്ഷേ നമുക്ക് അടുപ്പിച്ചായിരിക്കും എക്സാം ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഗ്യാപ്പ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക, മാർച്ച് 21-നേ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ദിവസം പഠിക്കാൻ കിട്ടുന്നുണ്ട്. സോ അത്രയും ദിവസം കൊണ്ട് നല്ല എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർച്ച് 21-ന് അറബിക് അല്ലെങ്കിൽ സാൻസ്ക്രിത് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് മാർച്ച് 22-ന് ഇൻ്റഗ്രേഷൻ 1 ഉദ്ഗ്രഥിതം 1 ആയിരിക്കും. മാർച്ച് 23-ന് ഇൻ്റഗ്രേഷൻ 2 ആണ്. അത് കഴിഞ്ഞ് 25th, അതായത് 24th എന്ന് പറയുന്നത് സൺഡേ ആയതുകൊണ്ട് എക്സാം ഉണ്ടായിരിക്കില്ല. ദെൻ 25th-ന് ഇൻ്റഗ്രേഷൻ 3 ഉദ്ഗ്രഥിതം 3 ആണ്. ദെൻ ലാസ്റ്റ് എക്സാം മാർച്ച് 26 ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 21-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു, 26-ന് എൻഡ് ചെയ്യുന്നു. അതായത് ചടപടേന്നായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കുക. പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടി വേണ്ടുവോളം സമയമുണ്ട്. മാർച്ച് 21 വരെ നമുക്ക് സമയമുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ ഈ ഒരു എക്സാം ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങി എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു മാർക്ക് പോലും മക്കൾക്ക് മിസ്സാക്കാതെ നല്ല രീതിയിൽ പഠിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എക്സാം വിന്നർ ടീം ഒരു കിടിലൻ ഇവൻറ്റുമായിട്ട് വരുന്നുണ്ട് താഴെ കാണുന്ന സമയത്ത്. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒരു ഫ്രണ്ടിനെ പോലും മിസ്സാക്കരുത്, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കാരണം നല്ല മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ ക്ലാസ്സിൽ ടോപ്പർ ആവുക, ഫുൾ മാർക്ക് വാങ്ങുക, ഇതൊക്കെ നമ്മുടെ അംബിഷനാണ്, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു ആഗ്രഹം ഒരിക്കലും നിങ്ങൾ വിടേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ പ്ലാൻ എക്സാം വിന്നർ ടീം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാളെ ഒരു കിടിലൻ ഇവൻറ്റുമായിട്ട് എക്സാം വിന്നർ ടീം വരുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, താഴെ കാണുന്ന സമയത്ത് നമ്മുടെ ചാനലിലോട്ട് വരിക. ഇതുകൂടാതെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗൂഗിൾ ഷീറ്റിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഇൻഡിപെൻഡൻറ്റ് LP സ്കൂൾസ് ആണോ അതോ നെക്സ്റ്റ് നമ്മുടെ HSS അറ്റാച്ച്ഡ് സ്കൂൾസിലാണോ എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഈ കാര്യം ആരും മിസ്സാക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവൻറ്റിൽ വെച്ച് കാണാം.